ജസ്ന ജസ്ന ഒരു അറിവുള്ളൊരു കുട്ടിയല്ലേ? തൻ്റെ ജീവിതം രേണുസുതിയുടെ ജീവിതമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? തൻ്റെ അച്ഛൻ എവിടെയാ? തൻ്റെ അച്ഛന് എന്ത് സംഭവിച്ചു? അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു? രേണുസുതിക്ക് എന്ത് സംഭവിച്ചു? ഇതൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ? തനിക്ക് ഒരു വീടുണ്ടാക്കി തന്നു കിടക്കാൻ. താൻ അങ്ങനെ ആ വീടുണ്ടാക്കി തന്ന ആളോട് നന്ദിയുള്ള ഒരാളാണ്. രേണുസുതി നന്ദിയില്ലാത്ത ഒരാളാണെന്നല്ലേ ഇൻഡയറക്റ്റ് പറഞ്ഞത്. രേണുസുതി എന്ത് നന്ദികേടാണ് കാണിച്ചത്? രേണുസുതി ഒരു നന്ദികേടും കാണിച്ചിട്ടില്ല. അതായത് ഇവിടെ ഒരു പബ്ലിസിറ്റി വന്നു. രേണുസുതിയുടെ ലൈഫിലേക്ക് ഒരു പബ്ലിസിറ്റിയാണ്. ആ പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ രേണുസുതി പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന പബ്ലിസിറ്റി ഒന്നുമല്ല. അതവിടെ സ്വാഭാവികമായിട്ട് സംഭവിച്ച പബ്ലിസിറ്റിയാണ്. ആ പബ്ലിസിറ്റിയിൽ പേരെടുക്കാൻ വേണ്ടി പലരും വന്നു. തൻ്റെ വീട് നിർമ്മിച്ചത് ഇന്ന ആളാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. എന്താ എഴുതി വെക്കാഞ്ഞേ? പക്ഷെ രേണുസുതിയുടെ വീടുമ്മേ എഴുതി വെച്ച ആളുടെ പേരുണ്ട്. സോറി, ആ പണിത ആ ടീമിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, സ്പോൺസേഡ് ബൈ എന്ന് പറഞ്ഞിട്ട്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? പബ്ലിസിറ്റി തന്നെയല്ലേ. അപ്പോൾ പണിത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫിറോസ് എന്ന് പറയുന്ന അദ്ദേഹം വളരെ മാന്യനായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അതായത് കംപ്ലൈൻറ്റ് വന്നപ്പോൾ അദ്ദേഹം അത് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവരുടെ അതിനുള്ള പൈസ ഇല്ല. അതുപോലെ തന്നെ രേണുസുതിയുടെ വീടല്ല അത്. ജസ്ന ഒരു കാര്യം മനസ്സിലാക്കണം. ജസ്നയുടെ ആരുടെ പേരിലാണ് ആ വീട്? ജസ്നയുടെ പേരിലാണോ വീട്? ജസ്നയുടെ അമ്മയുടെ പേരിലാണോ വീട്? ജസ്നയുടെ അപ്പൻ്റെ പേരിലാണോ വീട്? അച്ഛൻ്റെ പേരിലാണോ വീട്? അതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ആ വീട്ടിലെ സുധിക്ക് സത്യം പറയുകയാണെങ്കിൽ ഒരു അവകാശം കൽപ്പിച്ചിട്ടില്ല. ഒരു നിർധനയായിട്ടുള്ള ഒരു സ്ത്രീയാണ് രേണുസുതി ഇപ്പോഴും. മോളുടെ അമ്മയ്ക്കൊരു വീടുണ്ട് അല്ലേ? കയറി കിടക്കാനൊരു വീട് സ്വന്തമായിട്ടുണ്ട് മോളുടെ അമ്മയ്ക്ക്. പക്ഷെ രേണുസുതിക്ക് അതില്ല കേട്ടോ. വിധവയായ ആ സ്ത്രീയെ ആ കണ്ണോട് കൂടിയിട്ടാണ് കണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മോളുടെ ആ സാഹചര്യമല്ല രേണുസുതിയുടെ സാഹചര്യം. അതുപോലെ തന്നെ രേണുസുതി ഒരു നന്ദികേടും കാണിച്ചിട്ടില്ല. ആ വീട് കിട്ടിയപ്പോൾ അത്ഭുത സ്തബ്ധയായി നിന്നു പോവുകയാണ് ചെയ്തത്. നന്ദി നിറഞ്ഞൊരു മനസ്സോടുകൂടി അത് സ്വീകരിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരുടെ കടന്നുകയറ്റം അവരുടെ വീട്ടിലേക്ക് ധാരാളമുണ്ട്. ഇപ്പോൾ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ പിടിച്ചപ്പോൾ ബെഡിൽ തുണി കെടുക്കുന്ന ഭാഗം അത് അവർ മനഃപൂർവ്വം ചെയ്തതല്ലേ അല്ലേ? അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക്, ആ വീട്ടിൽ രേണുസുതിക്ക് ഒരു കൺട്രോളില്ല. അതാണ് അവിടെ പ്രശ്നമായിരിക്കുന്നത്. രേണുസുതിക്ക് മറ്റുള്ളവർ വീട് പണിത് കൊടുത്ത കാരണം അതിലേക്ക് കടന്നു വരുന്നവരോട് നോ പറയാനോ വരരുതെന്ന് പറയാനോ അവൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. കാരണം അവൾക്ക് പറയാൻ സാധിക്കാത്തതിൻ്റെ കാരണം അവളുടെ വീടല്ല അത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ജസ്ന മോളൊരു അറിവുള്ളൊരു കുട്ടിയാണെങ്കിൽ മോളുടെ ജീവിതവും രേണുസുതിയുടെ ജീവിതവും കമ്പയർ ചെയ്യരുത്. മോളുടെ അമ്മയ്ക്കൊരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് രേണുസുതിക്കൊരു വീട് വെച്ച് കൊടുത്തിട്ടില്ല. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഓരോ കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നത് അവരവരുടെ ആ സാഹചര്യം വെച്ചുകൊണ്ട്. ഇതിന് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്നാണ് പറയുക. ഞാനൊരു +2 കോമേഴ്സ് ടീച്ചറായിരുന്നു. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിലെ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു സമയത്ത് പറയാം, അടുത്ത വീഡിയോയിൽ പറയാം. എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷന് തടസ്സമായിട്ടുള്ളത്. ചില ആളുകൾ സംസാരിക്കുമ്പോൾ അത് അവരുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ആ കാര്യത്തിനെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ആ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെ സാഹചര്യം ഒരിക്കലും അതല്ല. അവിടെയാണ് നമുക്ക് പാളിപ്പോകുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ജസ്നയുടെ തെറ്റുകൾ മനസ്സിലാക്കുക, ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. വേണമെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ എന്നുള്ള നിലയിൽ വേറൊരു
വീടില്ലാത്ത ഒരു സ്ത്രീയുടെ സങ്കടം, അത് ഞാനിതിൽ കാണിക്കാം, ഈ വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ആ സ്ത്രീ എങ്ങനെയാണ് ജീവിക്കുന്നത്, നന്ദിപൂർവ്വമാണോ, നന്ദിപൂർവ്വം, അനേകായിരം കാര്യങ്ങളുണ്ട്. ഇത് വെച്ച് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്തായാലും ഇങ്ങനെ ഒരു ജസ്നയുടെ ഒരു കാര്യം വീടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വീടില്ലാത്ത ഒരു സ്ത്രീയെ കുറിച്ച് ഞാനും പറയാം. ഓക്കെ, കമ്പയർ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്യാൻ പറ്റുമോ? ശ്രമിക്കാം. ഓക്കെ, നമുക്ക് പണിയില്ലാത്ത ആൾക്കാർക്ക്, പ്രത്യേക ജോലിയൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിരിക്കാം. എനിക്ക് പണിയില്ല എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണിയില്ല എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. പക്ഷെ ഇങ്ങനെ സംസാരിക്കാൻ പോലും കുറച്ച് സമയം കണ്ടെത്താനായിട്ട് സാധിക്കുന്നവർക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.